വീണ്ടും നിപ്പ രോഗബാധയെന്ന സംശയം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗലക്ഷണങ്ങളോടെ സ്ത്രീ ചികിത്സയിൽ. മലപ്പുറം സ്വദേശിയായ 40-കാരിയാണ് ചികിത്സയിലുള്ളത്. സ്ത്രീയുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചു. വിവരങ്ങൾ നൽകാനായി ഗൂഗിൾ ചേരുന്നുണ്ട്. ഗൂഗിൾ, വളരെയധികം ആശങ്ക നിറയുന്നൊരു വാർത്ത തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുൻപ് ഇതേപോലൊരവസ്ഥ കേരളം കൺമുന്നിൽ കണ്ടതാണ്. അതിനെ നമ്മൾ അതിജീവിക്കുകയും ചെയ്തതാണ്. എന്നാൽ വീണ്ടും നിപ്പ രോഗബാധ എന്നൊരു സംശയം നിഴലിച്ചു നിൽക്കുന്നു. ഒപ്പം തന്നെ ആ സ്ത്രീയുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. 40 വയസ്സുകാരിയാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. വിശദാംശങ്ങൾ ഗൂഗിൾ. മലപ്പുറം കുറ്റിപ്പുറം സ്വദേശിനിയായിട്ടുള്ള 41-കാരിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലായിട്ടുള്ളത്. ഈ മലപ്പുറത്ത് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ ഒരാഴ്ചയോളം കാലം ചികിത്സയിൽ തുടർന്ന സമയത്ത് ഈ ആരോഗ്യനിലയിൽ തൃപ്തികരമല്ലാത്തൊരു സാഹചര്യം, ഭേദമാകാത്തൊരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തത്. റെഫർ ചെയ്ത സമയത്ത് തന്നെ ഇവർക്ക് നിപ്പയുടെ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ സ്രവം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വൈറോളജിയിലേക്ക് പരിശോധനയ്ക്കായിട്ട് അയച്ചിട്ടുണ്ട്. നാളെ മാത്രമായിരിക്കും ഇതിന്റെ ഫലം വരിക. അങ്ങനെ ഫലം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിപ്പ സംശയം എന്ന ഈ സംശയത്തിനൊരു തൃപ്തികരമായിട്ടുള്ള കാര്യം അറിയുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനുശേഷം ഈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കാനുള്ള സാധ്യതയുമുണ്ട്. നിപ്പയാണ് എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ 41-കാരി ഇവിടെ ചികിത്സ തേടിയിട്ടുള്ളത്. ഇവരെ ഇപ്പോൾ പ്രത്യേക നിരീക്ഷണത്തിലുമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, എറണാകുളം ജില്ലകളിലൊക്കെ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. കാരണം ഈ മെയ് മാസം മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ഈ നിപ്പ വൈറസ് വ്യാപിക്കാൻ കാരണമാകുന്ന പഴംതീനി വവ്വാലുകളുടെ പ്രജനന കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ 22ഓളം ആളുകൾ നിപ്പ വൈറസ് മൂലം മരണപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ നിപ്പ വൈറസുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ള ജില്ലകളിൽ, അതിന്റെ ഹോട്ട്സ്പോട്ടുകളായി കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലങ്ങളിൽ പ്രജനന കാലമായതിനാൽ ആരോഗ്യ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ഇത്തരത്തിലൊരു വാർത്ത വരുന്നത്. വാർത്ത വരുമ്പോൾ നമ്മൾ വീണ്ടും എടുത്തു പറയുകയാണ്, ഇതൊരു സംശയം മാത്രമാണ്. ലക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇതിന്റെ പരിശോധനാ ഫലം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. നാളെ ആയിരിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തുന്ന സ്രവത്തിന്റെ പരിശോധനാ ഫലം വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ അതിന്റെ പൂർണ്ണ സ്ഥിരീകരണത്തിനായിട്ട് ഒരുപക്ഷെ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഈ സ്രവം അയക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് DMO ഉൾപ്പെടെയുള്ള ആരോഗ്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ യോഗം നാളെ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഗലക്ഷണങ്ങളുമായി ഒരു 41-കാരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നു. പ്രത്യേക വാർഡിലാണ്, പ്രത്യേക നിരീക്ഷണത്തിലാണ് അവർ ഇപ്പോൾ കഴിയുന്നത് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഗൂഗിൾ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ റിപ്പോർട്ട് ലഭ്യമാകേണ്ടതാണ്. എങ്കിൽ തന്നെയും ഇതെങ്ങനെയാണ് പിടിപെട്ടത്, അല്ലെങ്കിൽ ഒരു സംശയം മാത്രമാണെങ്കിൽ പോലും എങ്ങനെയാണ് പിടിപെട്ടതെന്നുള്ള കാര്യം അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഒപ്പം തന്നെ ഈ സ്ത്രീയുടെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റു കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തുടങ്ങിയുള്ളവർക്ക് വേണ്ടി അവരുടെ ഒരു ആരോഗ്യനിലയിൽ സംബന്ധിച്ച് എന്തെങ്കിലും നിരീക്ഷണങ്ങളോ കാര്യങ്ങൾക്കായിട്ടും പരിശോധനകളോ കാര്യങ്ങളോ നടക്കുന്നുണ്ടോ ഗൂഗിൾ? അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും നിലവിൽ ലഭ്യമായിട്ടില്ല. ഇവരുടെ ശ്രമം ഇന്ന് വൈകിട്ടാണ് എടുത്തത് എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ ഫലം നാളെയായിരിക്കും ലഭ്യമാവുക. സ്വാഭാവികമായിട്ടും ഫലം വരുന്നതിന് മുമ്പ് തന്നെ ആരോഗ്യവകുപ്പിന്റെ ചില കർശന നടപടികളൊക്കെ ഉണ്ടാവേണ്ടതാണ്. DMO ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷനുകൾ ലഭിച്ചിട്ടില്ല. നേരത്തെ കഴിഞ്ഞ വർഷവും ഒരു 7 മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് വണ്ടൂരിൽ ഒരു 14-കാരൻ ഈ പറഞ്ഞതുപോലെ നിപ്പ വൈറസ് ബാധയേറ്റ് മരിച്ചിരുന്നു. ആ സമയത്തൊക്കെ അവിടെ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ഹോട്ട്സ്പോട്ടുകളാക്കി കണക്കാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനടുത്ത സ്ഥലത്താണോ ഈ പുതിയതായിട്ട് ഇപ്പോൾ ഈ വന്ന ഈ രോഗി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഈ വ്യക്തിയുടെ താമസം അല്ലെങ്കിൽ അവർ താമസിക്കുന്നതിനെ സംബന്ധിച്ച വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നതേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഉടനടി തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഒരു ജാഗ്രതാ നിർദ്ദേശമോ അല്ലെങ്കിൽ മറ്റു നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ 1 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മാർച്ച് ആദ്യ വാരത്തോടു കൂടി തന്നെ ഇത്തരത്തിൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, എറണാകുളം ജില്ലകളിലെ ഹോട്ട്സ്പോട്ടുകളായി തിരിച്ചിരുന്ന സ്ഥലങ്ങളിൽ ആരോഗ്യ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ അവിടങ്ങളിലൊക്കെ നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ വ്യക്തമല്ല. പക്ഷേ കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ 22ഓളം ആളുകളാണ് ഈ പറഞ്ഞതുപോലെ നിപ്പ വൈറസ് ബാധയേറ്റ് മരണപ്പെട്ടത്. ഇത്തരത്തിൽ ആളുകൾ മരണപ്പെട്ട സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പഴംതീനി വവ്വാലുകളുടെ സാന്നിധ്യം ഉണ്ടായ സ്ഥലങ്ങളിൽ, നിപ്പ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ ഹോട്ട്സ്പോട്ടുകളായി ക്രമപ്പെടുത്തുകയും അല്ലെങ്കിൽ അടയാളപ്പെടുത്തുകയും അവിടെയുള്ള ആളുകൾക്ക് അവിടെ ആ സ്ഥലം ഹോട്ട്സ്പോട്ടായി ചിത്രീകരിക്കുകയും അവർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വളരെ പെട്ടെന്ന് തന്നെ അത്തരം വിശദാംശങ്ങൾ ലഭ്യമാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി.
വീണ്ടും നിപ രോഗബാധയെന്ന സംശയം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗലക്ഷണങ്ങളോടെ സ്ത്രീ ചികിത്സയിൽ. മലപ്പുറം സ്വദേശിയായ 40-കാരിയാണ് ചികിത്സയിലുള്ളത്. സ്ത്രീയുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചു. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.